ഹായ് ഗൈസ്. സോ നമ്മളിപ്പോൾ സൈൻ അപ്പ് മ്യൂട്ടേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഗ്രാഫ്ക്യൂലിലേക്ക് നമുക്ക് ഗ്രാഫിക്കൽ ടൂളിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, പക്ഷേ ടെസ്റ്റ് ചെയ്യുന്ന മുമ്പ് ഒരു ചെറിയ സെറ്റപ്സും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ വയർപ്പൊന്നും മ്യൂട്ടേഷനിൽ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. സോ അതൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മുടെ മ്യൂട്ടേഷനിൽ ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ schema.js ഉണ്ട്. സോ നമ്മുടെ മ്യൂട്ടേഷന് ഇവിടെ ഈ കണക്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഈ schema.jsൽ മ്യൂട്ടേഷൻ കണ്ടിട്ടില്ല. അതിനാൽ നമുക്ക് എന്തിനിട്ട് വെച്ചാൽ ഇതിനെ വയറപ്പ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ schema.jsൽ ഞാൻ വയറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ മ്യൂട്ടേഷൻ ഇമ്പോർട്ട് ചെയ്യാണ്. അത് ഓട്ടോ ഇമ്പോർട്ട് വരും നമുക്ക് നോക്കാം. വരുന്നില്ല. നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം ആദ്യം. കോൺസ്റ്റ് മ്യൂട്ടേഷൻ ഈക്വൽ ടു റിക്വയർ മ്യൂട്ടേഷൻസ്. ഓക്കെ, എന്നിട്ട് ഈ മ്യൂട്ടേഷന് ഞാനെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കൊടുക്കണം. സോ അതിനു മുമ്പ് നമ്മൾ പേരൊന്ന് ശ്രദ്ധിക്കുക. അവിടെ ഞാൻ മ്യൂട്ടേഷൻസ് എന്ന് അവിടെ കൊടുത്തിട്ട് ഇവിടെ മ്യൂട്ടേഷൻ എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. നമ്മൾ പ്ലൂരലാക്കാന്നുണ്ടെങ്കിലും ഗ്രാഫിക്കൽ സ്കീമിന് താഴെ ഭാഗത്ത് കീ നെയിം മ്യൂട്ടേഷനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെയിം കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേരിയബിൾസിൻ്റെ പേരും ഒരേപോലെ നമുക്ക് മ്യൂട്ടേഷൻ ആക്കണം. സോ അതുകൊണ്ടാണ് ഞാനിവിടെ മ്യൂട്ടേഷൻ യൂസ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ മ്യൂട്ടേഷൻ തന്നെ കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ മ്യൂട്ടേഷൻസ് എന്നാക്കേണ്ടി വന്നതന്നെ. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫീച്ചറിൽ ഫീച്ചർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കീയും വാല്യൂ സെയിം പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് മ്യൂട്ടേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. ഓക്കെ, ഇത് ESXൻ്റെ ഒരു ഷോർട്ട് ഹാൻഡാണ്. ഓക്കെ, ഇനി ഗ്രാഫിക്കൽ ടൂളിൽ ഇനി നമുക്കൊരു റൂളും കൂടി നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, ഓരോ ഡിഫൈൻ ടൈപ്പിനും കുറഞ്ഞതൊരു ഫീൽഡെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മുടെ റൂട്ട് ക്വറി ടൈപ്പിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ബേസിക്കലി ഇവിടെ ഫീൽഡൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഒരു ഫീൽഡ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുമില്ല ബേസിക്കലി. സോ അതുകൊണ്ട് ഗ്രാഫ്ക്യൂലിൽ എറർ നമുക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. എറർ അടിക്കും ആക്ച്വലി. സോ അത് ഒഴിവാക്കാൻ നമുക്കൊരു ഡമ്മി ഫീൽഡ് ചേർക്കണം. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ ഫീൽഡ്സ് ആഡ് ചെയ്യണം. ഫീൽഡ്സ് ഇട്ടിട്ട് ഡമ്മി എന്ന് പറഞ്ഞ് കൊടുത്തു പ്രോപ്പർട്ടി. അതിൻ്റെ ടൈപ്പ് ഞാനെന്ന് വെച്ചാൽ GraphQL ID എന്ന് പറഞ്ഞ് കൊടുത്തു. സോ ഈ GraphQL ID എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ GraphQLൻ്റെ ഈ ഒബ്ജക്റ്റിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ഇനി സേവ് ചെയ്യാം. schema.js ഞാൻ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യാം. ഓക്കെ, സോ മറക്കരുത് മുകളിലായിട്ട് നമ്മൾ GraphQL ID ഇത് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ ഈ ഡെമ്മി ഫീൽഡിന് യാതൊരു ബേസിക്കലി ഒരു ഉപയോഗമില്ല. ഇത് വെറും GraphQLന് ശരിക്കും പറഞ്ഞാൽ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം. അല്ലെങ്കിൽ എറർ അടിക്കും. പിന്നീട് നാം ഇതിനെ മാറ്റി ആക്ച്വൽ ക്വറീസിൽ നമുക്ക് ചേർക്കുകയും ചെയ്യാം ലേറ്റർ ഓൺ. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്കീമ സെറ്റപ്പ് ഓൾമോസ്റ്റ് നമ്മൾ കഴിഞ്ഞു. ഇനി സർവർ റൺ ചെയ്യണം. അപ്പം ഞാൻ നമ്മുടെ ടെർമിനലിൽ പോയിട്ട് npm rundev എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, നമുക്ക് നോക്കാം എന്ത് വരും എന്നുള്ളത്. സോ നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ്, ലിസണിങ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ സർവർ സക്സസ്ഫുള്ളി സ്റ്റാർട്ടായി. ടെർമിനലിൽ ലിസണിങ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ലോഗ്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഇൻ കേസ് സാധാരണ എന്തെങ്കിലും എററൊക്കെ വന്നാൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ടൈപ്പ് എറർ ഇഷ്യൂസ് ആയിരിക്കും മോസ്റ്റ്ലി. മിസ്സിങ് കോമാന്നോ GraphQL ഏറ്റവും സാധാരണമായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് നമ്മൾ യൂഷ്വലി കാണുന്നത്. ഓക്കെ, സോ സർവർ ഇവിടെ ഓൾമോസ്റ്റ് ഡൺ ആയി കഴിഞ്ഞു, സക്സസ്ഫുള്ളി കമ്പൈൽ ആയി കഴിഞ്ഞു. ഇനി ബ്രൗസറിൽ പോയിട്ട് നമുക്ക് എന്ന് വെച്ചാൽ ഗ്രാഫിക്കൽ ടൂൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. GraphQL. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്തു. ഇത് ഗ്രാഫിക്കലിൻ്റെ ഇൻ്റർഫേസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഡീഫോൾട്ടായിട്ട് കമാൻഡ് എക്സാമ്പിൾസ് ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാകും. നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നു, അത് ഞാൻ ക്ലിയർ ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്കെന്ന് വെച്ചാൽ ഡോക്സ് പാനലിൽ പോകാം. ഇവിടെ നമുക്കൊരു ഡോക്സ് പാനലിൽ റൂട്ട് ക്വറി ടൈപ്പും ഉണ്ട്, മ്യൂട്ടേഷൻസും ഉണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ സോ അവിടെ നമുക്ക് എന്താ വെച്ചാൽ ക്ലിക്ക് മ്യൂട്ടേഷൻസ് ഉണ്ട്, സൈനപ്പ് മ്യൂട്ടേഷൻ നമുക്ക് കാണുന്നുണ്ട്. സോ സൈനപ്പിൽ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? ഇമെയിൽ സ്ട്രിങ് ആണ്, പാസ്വേഡും സ്ട്രിങ് ആണ്. ഓക്കെ, എന്നിട്ട് യൂസർ ടൈപ്പ്, അതായത് മ്യൂട്ടേഷൻ നമ്മുടെ സ്കീമയിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇത് കാണാൻ പറ്റുന്നത്, ഡോക്സിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ എഴുതിയ മ്യൂട്ടേഷൻ ഇവിടെ സക്സസ്ഫുള്ളി കാണുന്നുണ്ട്. ഓക്കെ,
സോ സൈനപ്പ് എന്താ പറയുക വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും ഇനി ഇതിലെഴുതിയിട്ട് ക്വറി ചെയ്തിട്ട്. അതിലെ ക്വറി നമുക്ക് എഴുതാം ഇനി മ്യൂട്ടേഷനിൽ, കാരണം സ്കീം ഇത് വന്നിട്ട് സൈനപ്പ് മ്യൂട്ടേഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്തൊക്കെ വർക്ക് ആവുന്നുണ്ടെന്ന്. സോ ഞാനിവിടെ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തു. മ്യൂട്ടേഷൻ്റെ ഉള്ളിൽ ഞാൻ ക്വറി വേരിയബിൾസ് ഒന്ന് ക്ലിയർ ചെയ്തേക്കാം, അത് ആവശ്യമില്ല നമ്മുടെ കേസിൽ. സോ മ്യൂട്ടേഷൻസിൽ നമ്മൾ കൊടുക്കുന്നത് സൈനപ്പിനാണ്. സോ സൈനപ്പിൽ ഞാൻ ഇമെയിലുണ്ട് പാസ്വേഡ് എന്ന് പറഞ്ഞു. സോ ഇമെയിൽ വന്നിട്ട് ഞാനിപ്പോൾ കൊടുക്കുന്നത് test@dlst.com എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് കോമ പാസ്വേഡ് ഞാൻ പാസ്വേഡ് തന്നെ കൊടുക്കാം നമുക്ക് തൽക്കാലം. എന്നിട്ട് ഞാനിവിടെ റിട്ടേൺ ചെയ്യുന്നത് ഇമെയിൽ മാത്രമാണ് റിട്ടേൺ ചെയ്തെടുക്കുന്നത്. ഓക്കെ, നമുക്കിത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഡബിൾ കോട്ട്സ് കൊടുക്കണം. സിംഗിൾ കോട്ട്സ് ആണെങ്കിൽ ഈ എറർ അടിക്കാൻ, സിൻടാക്സ് എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഡബിൾ കോട്ട്സ് തന്നെ ഇവിടെ കൊടുക്കുക ഫില്ല് ചെയ്യുമ്പോൾ തന്നെ. ഇനി മ്യൂട്ടേഷൻ റൺ ചെയ്യുമ്പോൾ ബേസിക്കലി അതെന്ത് ചെയ്യുന്നു വെച്ചാൽ റിസോൾവറിൽ പോയിട്ട് ആ റിസോൾവർ സൈനപ്പ് കോൾ ചെയ്തിട്ട് ഡാറ്റാബേസിലേക്ക് അത് പോകും, കൺട്രോൾ പോകും. ഓക്കെ, സോ അതിൽ ഓത്ത് സർവീസിൽ എന്ത് ചെക്ക് ചെയ്യുന്നു വെച്ചാൽ ഇമെയിൽ ഓൾറെഡി ഡാറ്റാബേസിൽ ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കും. അത് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ യൂസറിനെ അവിടെ ക്രിയേറ്റ് ചെയ്യും, പാസ്വേഡ് ഹാഷ് ചെയ്തിട്ട് #+ ചെയ്യുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്ഷൻസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതാണ് നടക്കാൻ പോകുന്നത് പ്രോസസ്സ്. സോ ഗ്രാഫിക്കൽ സൈഡിൽ നമുക്ക് റെസ്പോൺസായിട്ട് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസ് ഇങ്ങനെ കിട്ടി. ഇപ്പോൾ ഡാറ്റാബേസിൽ പോയിട്ട് വെരിഫൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതെവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം. കളക്ഷൻസ്. സോ കളക്ഷൻസിൽ ഇവിടെ യൂസേഴ്സ് വന്നിട്ടുണ്ട്. അല്ല യൂസേഴ്സ്. സോ നമ്മൾ കൊടുത്തത് വന്നിട്ടുണ്ട് ഇവിടെ ടെസ്റ്റിൽ. യൂസേഴ്സിൽ നമ്മൾ കൊടുത്തത് test@dlst.com, പിന്നെ പാസ്വേഡ് ഇത് #ആയിട്ട് വന്നിട്ടുണ്ട്. സോ യൂസേഴ്സിൻ്റെ കളക്ഷൻസൊക്കെ ഓൾറെഡി നമുക്കിവിടെ കാണാൻ പറ്റി. പിന്നെ യൂസറിൻ്റെ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇമെയിലും പാസ്വേഡും സക്സസ്ഫുള്ളി കണ്ടു. സോ പാസ്വേഡ് പ്ലെയിൻ ടെക്സ്റ്റ് അല്ല, അത് എന്താ വെച്ചാൽ #+salt ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെച്ചാൽ ഒരു എൻക്രിപ്റ്റഡ് പോലെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഡാറ്റാബേസ് ആക്സസ് ചെയ്താലും യൂസറിൻ്റെ റിയൽ പാസ്വേഡ്, ശരിക്കുള്ള പാസ്വേഡ് അതെന്ന് വെച്ചാൽ യൂസറിന് തിരിച്ചറിയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ സൈനപ്പ് ചെയ്ത യൂസർ ഡാറ്റാബേസിൽ സേവ് ചെയ്തിരിക്കുന്നു ഓൾറെഡി. ഓക്കെ, സോ സർവർ സൈഡ് സെക്ഷൻസ് കുക്കീസൊക്കെ ഓൾറെഡി സക്സസ് ആയിട്ടുണ്ട്. അതാണ് ഇവിടെ സെക്ഷൻസൊക്കെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ബ്രൗസറിൽ നിന്ന് വരുന്ന റിക്വസ്റ്റിനെ ഇനി ഓതൻറ്റിക്കേറ്റഡ് യൂസറായി കണക്കാക്കപ്പെടും. അതാണ് നമ്മളിനി അത് കണക്കാക്കുക. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൈനപ്പ് സക്സസ്ഫുള്ളി വർക്കായി കഴിഞ്ഞു. അടുത്ത സെക്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ലോഗൗട്ട് മ്യൂട്ടേഷനാണ്. സോ യൂസർ ആപ്ലിക്കേഷനിൽ നിന്ന് ലോഗൗട്ട് ചെയ്യുമ്പോൾ ഓതൻറ്റിക്കേഷൻ റേറ്റ് എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എനിക്ക് പിങ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫിക്സ് ചെയ്യാൻ നോക്കാം. സോ താങ്ക്സ് ലോട്ട്, ബൈ.